കാരണം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഇതേ വിഷയം തന്നെ വന്നിരിക്കുന്നു. ഷഹബാസിന്റെ കൊലക്കേസിൽ പ്രതികളായവരെ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ മയക്കുമരുന്നും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പുതിയ തലമുറ മാറുന്ന വിഷയങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നതിന്റെ അനുമതി കിട്ടിയിരിക്കുന്നു. 12 മണി മുതൽ ചർച്ച നടക്കുമെന്നാണ് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, എന്തായാലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാണ്. ഇതൊറ്റ സംഭവമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാ ഇടങ്ങളിലും കൗമാരക്കാരുടെ ഭാഗത്തുനിന്ന് യുവാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അതിക്രൂരമായ കൊലപാതകങ്ങൾ, മർദ്ദനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ തടയണമെന്ന് സർക്കാർ സംവിധാനങ്ങൾ, ജനങ്ങൾ, സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു. എങ്ങനെയാണ് ചർച്ചയിലേക്ക്, ആരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കും? സർക്കാർ വളരെ ഗൗരവത്തോടെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ അടിയന്തര പ്രമേയ വിഷയം കാണുന്നുണ്ടല്ലോ അല്ലേ? കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതിൽ രക്ഷിതാക്കൾ ആശങ്കയിലാണ്, നാടാകെ അരക്ഷിതാവസ്ഥയിലാണ്. ഈ ഗൗരവ പ്രശ്നമാണ് പ്രതിപക്ഷത്ത് നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയത്. സർക്കാർ തുറന്ന മനസ്സോടെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചു. മുഖ്യമന്ത്രി ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗൗരവതരമായ സാമൂഹിക പ്രശ്നമാണ് ഈ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നത്. സഭയും പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. ലഹരി, സിനിമ, വെബ് സീരീസ് അടക്കമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ചർച്ച ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തുറന്ന മനസ്സിന് സന്തോഷമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ചർച്ച. സാധാരണഗതിയിൽ 2 മണിക്കൂർ ചർച്ചയായിരിക്കും. ഏതായാലും നാട്ടിലെ ജനങ്ങളുടെ വലിയ ആശങ്ക, പ്രത്യേകിച്ചും നമ്മുടെ വീടുകളിലെ കുട്ടികൾ വലിയ തോതിലുള്ള സ്വഭാവമാറ്റം, അതിക്രമങ്ങളിലേക്ക് കിടക്കുന്നു. സ്കൂളുകളിൽ എന്ത് സംഭവിക്കുന്നു, അവരുടെ മറ്റ് കൂട്ടുകെട്ടുകൾ എങ്ങനെ, ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരിയുടെ സ്വാധീനം, വെബ് സീരീസ്, സിനിമകളിലെ വെബ് സീരീസുകളുടെയും അതിക്രമങ്ങൾ, ഇതെല്ലാം ഏത് രീതിയിൽ തടയാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഗൗരവതരമായ ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ആ വിഷയം പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രശാന്ത്, മറ്റു വിവരങ്ങൾ കൂടി പറഞ്ഞോളൂ. മാഷ്, ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ചർച്ച. ഈ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ഇത് പൊതുവായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമുക്കറിയാം. ഈ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകം, ഇതിന് തൊട്ടു മുമ്പ് വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം, ഇതിനെല്ലാം തന്നെ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്, പ്രത്യേകിച്ച് വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അത്തരം വിഷയങ്ങൾ നിൽക്കുന്നു. ലഹരിയുടെ സാന്നിധ്യം ഏത് രീതിയിലാണ് യുവാക്കളെ ഗ്രസിക്കുന്നത്, ഇതിൽ പോലീസിന്റെ അടക്കം ഭരണകൂടത്തിന്റെ അടക്കം വീഴ്ച തീർച്ചയായും പ്രതിപക്ഷം ചർച്ചയാക്കും. അതിനുവേണ്ടി തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുന്നത്. ഷഹബാസിന്റെ കൊലപാതകമാകട്ടെ, അതിൽ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുമായുള്ള ഈ പ്രതിസ്ഥാനത്തിരിക്കുന്ന കുട്ടിയുടെ അച്ഛന്റെ ബന്ധം, ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇതിനപ്പുറത്തേക്ക് 12 മണി മുതലാണ് ചർച്ച. അതിന് പ്രതിപക്ഷം ഒരു പരസ്പരം കുറ്റാരോപണങ്ങളിലേക്ക് പോകാതെ എന്താണ് സാധ്യമാവുക നമ്മുടെ നാട്ടിൽ? സർക്കാർ ഇത്തരം ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു നല്ലതാണ്. സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് 12 മണി മുതൽ ഈ ചർച്ച നടക്കും. ഏകദേശം 2 മണി വരെയോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയായിരിക്കും. ആ ചർച്ചയിൽ ഇപ്പോൾ കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി വിലയിരുത്തുവാൻ ജനപ്രതിനിധികൾ കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നടപടികളുണ്ടാകും. നിയമനിർമ്മാണം ഇത്തരം വിഷയങ്ങളിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. അതല്ലാതെ ഒരു രാഷ്ട്രീയ പ്രത്യാരോപണമായി വെറുതെ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കാതിരിക്കട്ടെ. രാഷ്ട്രീയ കൊടിയുടെ നിറം നോക്കാതെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് നമ്മുടെ നാടിനെ സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ. അത് ഇപ്പോൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാപ്രകളുടെ അന്ത്യചർച്ചയിലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്നാണ് ഒരാളുടെ കമന്റ്. ഞാൻ ആരുടെയെങ്കിലും തലയിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ കെട്ടിവെക്കാനാണെങ്കിൽ ആരുടെയും തലയിൽ കെട്ടിവെക്കാം, പോലീസിന്റെ തലയിൽ വെക്കാം, എക്സൈസിന്റെ തലയിൽ വെക്കാം, പക്ഷേ ഇതിലെല്ലാത്തും നമുക്ക് അതിന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും പ്രശ്നവുമാണ് പുതിയ തലമുറകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അസഹിഷ്ണുത എന്തുകൊണ്ട് സംഭവിക്കുന്നു കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ, മാനസികമായ ചികിത്സയെങ്കിൽ അത് നൽകാൻ നമ്മൾ തയ്യാറാകണം.